ഹായ്, ഞാൻ ഡോക്ടർ സുമി. ഡോക്ടർ സുമി സൈലൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രത്യേകിച്ച് ഇന്ന് പ്രമേഹ രോഗികളിൽ പ്രധാന സംശയമാണ് പഴങ്ങൾ കഴിക്കാവോ, ഉണ്ടെങ്കിൽ തന്നെ ഏതൊക്കെ ഫ്രൂട്ട്സാണ് ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. പ്രധാനമായിട്ടും നമ്മൾ ഓരോ ഫ്രൂട്ട്സിൻ്റെയും GI വാല്യൂ, അതായത് ഗ്ലൈസമിക് ഇൻഡെക്സ് വാല്യൂ അനുസരിച്ചാണ് നമ്മൾ ഫ്രൂട്ട്സ് പ്രമേഹത്തിൽ കഴിക്കേണ്ടത്. അതായത് ഏത് പഴം കഴിച്ചാലാണോ നമ്മുടെ ശരീരത്തിൽ ഷുഗർ ലെവലിൽ വേരിയേഷൻ വരുന്നത്, അത് നോക്കിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഫ്രൂട്ട്സ് കഴിക്കാവൂ. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് രീതികളുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും നമ്മൾ പരമാവധി ജ്യൂസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക. പ്രമേഹത്തിൽ ഇത്തരം ഫ്രൂട്ട്സ് മിക്സിയിലൊക്കെ അടിച്ച് കഴിക്കുന്നത് അത് പരമാവധി ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഫ്രൂട്ട്സ് കഴിക്കേണ്ടെന്ന് പറയുന്നില്ല, ഫ്രൂട്ട്സ് കഴിക്കാം. പക്ഷേ അത് കഴിക്കേണ്ട രീതികളിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ജ്യൂസ് അടിച്ചിട്ടുള്ള ഇതെല്ലാം ഒഴിവാക്കുക. അപ്പോൾ എങ്ങനെ കഴിക്കാം? ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കാം. ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് സ്മോൾ ബൗള് ഫ്രൂട്ട്സ് നമുക്ക് ഡെയിലി എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഫ്രൂട്ട്സ് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ആവശ്യമാണ്. എന്നാൽ അത് ഏതൊക്കെ രീതി, ഒരു ബൗള്, ചെറിയ ബൗളിൽ ഫ്രൂട്ട്സ് കട്ട് ഡെയിലി നമ്മൾ കഴിക്കാം. അത് നമ്മൾ ഇടനേരത്തെ ആഹാരമായിട്ട് കഴിച്ചാൽ അത് ഒന്നുകൂടെ നല്ലതാണ്. ഒരു 11 മണിക്കോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ ഒക്കെ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. അപ്പം ഏതൊക്കെ ഫ്രൂട്ട്സാണ് നമുക്ക് പ്രമേഹത്തിൽ കഴിക്കാവുന്നത്? പ്രധാനമായിട്ട് നമുക്ക് ആപ്പിൾ, നമുക്കറിയാം അല്ലേ, ആപ്പിൾ എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ്. ആപ്പിൾ പ്രമേഹത്തിൽ കഴിക്കാം. അതായത് അപ്പോൾ ഒരു ഹാഫ് ആപ്പിളെങ്കിലും ഡെയിലി നമുക്ക് അതിന് എടുക്കാവുന്നതാണ്. ഒരേ ഫ്രൂട്ട് തന്നെ നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് മലയാളത്തിൽ പ്രധാന ഒന്നാണ് പഴം, നേന്ത്രപ്പഴം അല്ലെ, ബനാന നമുക്ക് വളരെ പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കൂടും. ഒരു 70 ആവറേജ് എത്തും. അപ്പോൾ അത് നമുക്ക് അത് കഴിക്കാൻ പാടില്ല. അപ്പോൾ നമുക്കൊരു അധികം കൂടുതൽ പഴുക്കാത്ത പഴങ്ങൾ, അതൊരു 60 വരെയാണ് ഡെയിലി കഴിക്കേണ്ട. എപ്പോഴെങ്കിലും ഒക്കെ നേന്ത്രപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഒന്നാണ് ബെറീസ് നമുക്ക് അത്യാവശ്യം സ്ട്രോബെറി അല്ലെങ്കിൽ ബ്ലൂബെറി, കാൻബെറി ഒക്കെ ആണെങ്കിൽ അതധികം ഗ്ലൈസമിക് ഇൻഡെക്സ് ഒരുവിധം മോഡറേറ്റ് നിൽക്കുന്ന ഫ്രൂട്ട്സാണ്. അത് നമുക്ക് എടുക്കാം. ബെറീസ് നമ്മൾ അധികം കഴിക്കത്തില്ലല്ലോ, 1-2 ഒക്കെയാണ് നമ്മൾ കഴിക്കുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് നാട്ടിൽ സുലഭമായി കിട്ടുന്നതാണ് ചക്ക, മാങ്ങയൊക്കെ അല്ലേ. ഇതൊക്കെ ഗ്ലൈസമിക് ഇൻഡെക്സ് അത്യാവശ്യം മോഡറേറ്റ് ടു ഹൈ ആ റേഞ്ചിൽ നിൽക്കുന്നതാണ്. പലതിൻ്റെയും പല പോലെയാണ് അല്ലേ. നിങ്ങൾക്കറിയാം പല ചക്കയ്ക്കും പല ടേസ്റ്റാണ് അല്ലേ. ആ ഒരു മധുരം അതിനും വ്യത്യാസമുണ്ടായിരിക്കും. അപ്പോൾ ഒരു മോഡറേറ്റ് ടു ഹൈ എന്ന റേഞ്ചിൽ നമുക്ക് ചക്കയും മാങ്ങയൊക്കെ എടുക്കാവുന്നതാണ്. പക്ഷേ അത് അതാത് സീസണിൽ കഴിക്കാം. അപ്പോൾ അതായത് അധികമായിട്ട് കഴിക്കാതെ അതാത് സീസണിൽ ഒരു ബൗളിൽ ഒരു 4-5 കഷ്ണമൊക്കെ കഴിച്ചാലും നമുക്ക് കുഴപ്പമൊന്നും വരില്ല. പിന്നെ നമുക്ക് നാട്ടിൽ പപ്പായ കൂടുതലായിട്ട് പഴുക്കാൻ അനുവദിക്കാതെ അതൊരു ചെറിയ കരിമ്പഴുപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് കഴിക്കാം. അതും ഇതുപോലെ ഈ അളവിൽ മാത്രമാണ് നമ്മൾ കഴിക്കുന്നത്. പിന്നെ വാട്ടർമെലോൺ, വേനൽക്കാലം ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും വാട്ടർമെലോൺ ഇല്ലാതെ പറ്റില്ല അല്ലേ. പക്ഷെ അത് വളരെയധികം ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടിയ ഫ്രൂട്ടാണ് ഈ വാട്ടർമെലോൺ. അപ്പോൾ വാട്ടർമെലോൺ നമുക്ക് ജ്യൂസ് അടിച്ചാണ് കഴിക്കുന്നത്, അതൊന്നും വേണ്ട. ഒരു കഷ്ണം ഉൾപ്പെടുത്തുക, അതിൽ കൂടുതൽ പരമാവധി ഒഴിവാക്കുക. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് എന്തുകൊണ്ടാണ് നമുക്ക് ജ്യൂസ് പരമാവധി ഒഴിവാക്കാൻ പറയുന്നത് വെച്ചാൽ, നമ്മൾ എന്തൊക്കെ ജ്യൂസ് അടിച്ചാലും അതിൻ്റെ ഫൈബേഴ്സ് കണ്ടന്റ് വ്യത്യാസം വരും. അത് കൂടാതെ നമ്മൾ എന്തെങ്കിലും ആഡ് ഓൺ ഷുഗർ ചെയ്യും അല്ലേ. ഷുഗർ പരമാവധി കുറയ്ക്കാം. അപ്പോൾ ലൈം വളരെ നല്ലതാണ് പ്രമേഹത്തിൽ. പക്ഷേ ഈ ലൈം ജ്യൂസായിട്ട് കഴിച്ചാൽ എന്തുണ്ടാവും, അത് കൂടുതലും അതിൻ്റെ GI കൂടും. അപ്പോൾ ലൈം നല്ലതാണ്, പക്ഷേ നമുക്കത് കുറച്ച് ഡെയിലി വേണമെന്നില്ല, ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ ഒരു ലൈം ജ്യൂസ് കഴിക്കാം. എന്നാൽ മധുരം വളരെ കുറയ്ക്കുക. അതെല്ലാ കാര്യം കുറച്ച് ഉപ്പിട്ട് കഴിച്ചാലും അത് ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറഞ്ഞ ഫ്രൂട്ടാണ്. ക്ഷീണം വളരെ കുറയ്ക്കുകയും ചെയ്യുന്ന ഫ്രൂട്ടാണ് ഈ ലെമൺ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നാട്ടിൽ കിട്ടുന്നതാണ് ഗ്രേപ്സും ഇതുപോലെ തന്നെ വെറൈറ്റിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു മോഡറേറ്റ് ലെവലിലാണ് നമുക്ക് ഗ്രേപ്സിൻ്റെയും ഗ്ലൈസമിക് ഇൻഡെക്സ് വാല്യൂ പറ്റത്തുള്ളൂ. പിന്നെ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറഞ്ഞ വേറൊരു ഫ്രൂട്ടാണ് നമുക്ക് അവക്കാഡോ ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്നുണ്ട്. ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലൊരു ഫ്രൂട്ടാണ് അവക്കാഡോ. അപ്പോൾ GI വാല്യൂ വളരെ കുറഞ്ഞ 10 GI വാല്യൂ അവക്കാഡോയിൽ വരുന്നത്. അപ്പോൾ ഷുഗർ വളരെ അത്യാവശ്യം നല്ല ഒരു ഫ്രൂട്ടായിട്ട് നമുക്കത് എടുക്കാവുന്നതാണ്. കാരണം അധികം ഷുഗർ ലെവൽ കൂട്ടുന്നില്ല. എന്നാൽ നമുക്കതിൽ ഹൈ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ടാണ്
അവക്കാഡോ. അപ്പോൾ ഡയബറ്റീസിന് മാത്രമല്ല യുവസംബന്ധമായിട്ടും ഒക്കെ വളരെ നല്ല ഫുഡാണ് നമുക്ക് അവക്കാഡോ. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഫ്രൂട്ട്സ് ഡയബറ്റീസിൽ ഉപയോഗിക്കാം. പ്രമേഹമുള്ളവർ പരമാവധി ഫ്രൂട്ട്സ് കഴിക്കാതെ നോക്കാൻ അങ്ങനെ ഇരിക്കേണ്ട, അത്യാവശ്യം കഴിക്കാം. ഒരു ലെവൽ നമുക്കറിയാം നമ്മുടെ ആഹാരത്തിൽ എത്രത്തോളം നമുക്ക് വേണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് കഴിക്കാം. അപ്പോൾ ഒരു ബൗള് അത്ര മാത്രം അത് ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഈ പെട്ടെന്ന് ഷുഗർ ലെവൽ കൂടാതെ അത് സഹായിക്കും.